മൂപ്പത് നോക്കിക്കുന്നുണ്ട് കേട്ടോ. കൊടുക്കണമേയോ? അല്ല, മറ്റൊരു കൈക്കോട്ട് കൊണ്ടുവന്നിനോ? തലയിൽ വെക്കണം നേതാവ്, ഇന്ന് നേതാവ്, നാളെ രാജാവ്, എന്നും ജേതാവ്. നേതാവ്, ഇന്ന് നേതാവ്, നേതാവ് വരുന്നുണ്ട്. ഓഹോ, ഉണ്ട് വരട്ടെ. ഓഹോ, ഏട്ടന്മാരെ, മാമന്മാരെ, എന്താണോനെ തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ? ഓ, ഇവിടെ ഞാനാ സ്ഥാനാർത്ഥി. അറിയാം. നമുക്കൊരു മാറ്റം വേണ്ടേ? പിന്നെ അതിന് വന്നതാ. അല്ല, എന്തിനാവനെ മാറുന്നത്? മാറണ്ടേ? എന്തെന്നാ മാറണ്ടത്? അല്ല, പേരാമ്പ്രയിൽ ഒരു കക്കൂസ് ഉണ്ടോ? 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 ഇല്ല. അല്ല, അപ്പൊ ഇന്ന് കക്കൂസ് പോയിട്ടില്ലേ? അല്ല നേതാവേ, എന്ത് മാറ്റാ വേണ്ട നിങ്ങൾക്ക്? അല്ല, അറിയണമല്ലോ. പേരാമ്പ്ര ടൗണിലെ ബസ് സ്റ്റാൻഡിൽ, ടാക്സി സ്റ്റാൻഡിൽ, മത്സ്യ മാർക്കറ്റിൽ ഏടിയാ ഇല്ലാത്തത്? പിന്നെ ഇവിടെ റോഡുമില്ല കക്കൂസ് വേണ്ടത്? കക്കൂസില്ലാത്ത കാര്യം പറഞ്ഞ് വന്നിക്ക് ഈടോ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേണ്ടേ? ഏതെങ്കിലുമൊക്കെ പറയാ. പഞ്ചായത്ത് ഇലക്ഷൻ അയച്ചിട്ട് പേരാമ്പ്ര ഇപ്പം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കല്ലേ? മാലിന്യല്ലേ മൊത്തം അല്ലേ? അതിനെ മാറ്റാൻ വേണ്ടിയാ ഞാൻ വന്നത്. നാട്ടിലാകെയുള്ള മാലിന്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യമാണ്. അത് മാത്രമേ ഉള്ളൂ. ദാസാ, മൂപ്പർ പറഞ്ഞ മാലിന്യം ഉണ്ടല്ലോ, പണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ പല ഭാഗത്തും വേസ്റ്റ് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്നതില്ലാലോ. ഇന്ന് ഓരോ വാർഡിലും ഈ കണ്ടെയ്നർ MCF വന്നതോടുകൂടി മാലിന്യത്തിന് പ്രശ്നമില്ല. നമ്മളെ ഹരിതകർമ്മസേനയിലെ പെങ്ങന്മാർ അവർ വീടാന്തരം കയറി എല്ലാ പ്ലാസ്റ്റിക്കും പെറുക്കി നന്നായിട്ട് ശേഖരിച്ച് തരംതിരിച്ച് അതിന് നിക്ഷേപിക്കും. അതോടുകൂടി കൂടെ മാലിന്യത്തിന് പ്രശ്നമില്ല. ഇപ്പോൾ പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡിലായാലും മറ്റു റോഡ് സൈഡിലൊന്നും ഒരു സംഗതിയില്ല. വേണ്ട, നോക്ക് നമ്മളെ റോഡ് നോക്ക്. ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് പണ്ട് കുന്താത്തനം കൂട്ടിയിട്ടില്ലാണോ? ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ക്ലീനാണ്. ഇതാ അവിടെ ആ റോഡിലെല്ലാം കണ്ടില്ലേ, വളരെ നീറ്റായി. നേതാവേ, ഇനി നിങ്ങൾ കാത്തിക്കണ്ട. ഞാൻ എല്ലാവരെയും വോട്ട് ഇടതുപക്ഷത്തിൽ തന്നെയാണ്. പക്ഷം ചേരാതെ നമുക്കിനി കൈകൂ